ആരോടാ? ഉം? ഉം. നാ. ഉം. പരീക്ഷയ്ക്ക് തുടങ്ങല്ലേ? ഇനി എന്ത് പരീക്ഷ? റിസൾട്ട് വരാറായി. നന്നായിട്ട് എഴുതിയിട്ടില്ലേ? പാസ്സാവോ? എപ്പോഴും പോണോണ്ടുള്ള കളിയാണല്ലോ. മോളു, പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഒന്ന് നിർബന്ധിച്ചു. ഞാൻ മാത്രം എങ്ങനെയാടോ പച്ചയ്ക്ക് നിൽക്കുക? അതുകൊണ്ട് കുറച്ച് കഴിച്ചു. നിന്നാണ് സത്യം. ഇന്നെന്താ ഇവിടെ ആകപ്പാടൊരു ശ്മശാന മൂകത? ഏയ്, അത് മോൾക്ക് തോന്നണതാ. പിന്നെ അച്ഛൻ ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ മദ്യപാനത്തിനെതിരെയുള്ള പ്രസംഗം ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? അത് വൈറലായിട്ടുണ്ട് കേട്ടോ. എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു പോയ മനുഷ്യനാ, ഇനി കുടിക്കില്ല എന്ന്. നിനക്ക് അങ്ങോട്ട് മിണ്ടിയാലെന്താ? പിന്നെ അവൾക്ക് മാത്രമല്ലേ വാശിയുള്ളൂ, എനിക്ക് വാശിയില്ലേ? എടാ, ഞാൻ വല്ലപ്പോഴല്ലേ മദ്യപിക്കാറുള്ളൂ, അത് നിനക്കറിയാവുന്നതല്ലേ. എനിക്കിനി വയ്യ മായ, മതിയായി. ഞാൻ പരമാവധി ക്ഷമിച്ചു. എനിക്കറിയില്ല എന്താവുമെന്ന്, എനിക്കൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് മതിയായി, അത്ര എനിക്കറിയൂ. എടോ, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. നീ എന്താണ് ഇങ്ങനെ? എന്ന് കരുതി ഞാൻ അവൾ പറയുന്നത് മുഴുവൻ കേൾക്കണമെന്നുണ്ടോ? എല്ലാം ഞാൻ സഹിക്കും. പക്ഷേ അവളുടെ ഈ മൗനവ്രതമുണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, ഇനി മദ്യപാനം അതില്ല, ഞാൻ നിർത്തി. അപ്പോൾ നമുക്ക് കാണാം. ആഹാ, ഇന്ന് ഇവിടെ തന്നെയല്ലേ? പിണക്കൊക്കെ മാറിയോ? ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ അച്ഛനോട് നീ കഴിക്കരുതെന്ന്. ഒരറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ആളാ, നിനക്കറിയാലോ. അതിന് അമ്മ എങ്ങനെ പിണങ്ങി നടന്നിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണേ? കെട്ടിപ്പിടിച്ച് ചോദിക്കണോ ഇന്ന് എത്ര പെഗ് കഴിച്ചു എന്ന്?
അച്ഛൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അത് മറക്കും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ അച്ഛൻ്റെ ശരിക്കുള്ള സ്വഭാവം നമുക്കല്ലേ അറിയൂ. ഒരു ദിവസം ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. നീ നോക്കിക്കോ. അതെ, നിന്റെ പെണ്ണ് പറഞ്ഞതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടാ. എടോ ഇവനിപ്പോ ഡീസന്റാ, ഇവനിപ്പോ കള്ളുകൂടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല. നിക്ക് ഡാ, നീ എന്ത് വർത്താനാടാ പറയണത്? ഞാനൊരു കലാകാരനല്ലടാ. അതിന് വല്ലപ്പോഴും ഒന്ന് ക്ലബ്ബിൽ ചെന്നിട്ട് ചെറുതായിട്ട് 2 അടിച്ചിട്ട് ഒരു കമ്പനി കൂടുന്നതാണോ മദ്യപാനം എന്ന് പറയണേ? എടോ താൻ നമ്മളെ പോലുള്ള ആളൊന്നുമല്ലല്ലോ. എടാ, എൻ്റെ ആരോഗ്യം നീ ആദ്യം നോക്ക്. ആരോഗ്യം ഉണ്ടായാലും നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നമ്മുടെ പോലല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡാ ഡാ പോവാൻ നോക്ക്. എനിക്ക് പറ്റുന്നില്ല മായ. ഇത്രയും ദിവസമൊക്കെ പിണങ്ങുന്നത് ആദ്യമായിട്ടാ. പക്ഷെ ഞാനായിട്ട് പിണക്കം മാറ്റാന്ന് പറഞ്ഞാൽ അത് കീഴടങ്ങുന്നതിന് തുല്യല്ലേ? ആ, എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ. അവളൊരു പാവാടാ. നാണം കെട്ടാലും വേണ്ടില്ല. ഇന്നും കൂടി ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ കീഴടങ്ങും കേട്ടോ. അവൾ വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ഇനി കിടപ്പ് ഇവിടെ തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഏയ്, വേണമെങ്കിൽ ഇവിടെ ഒന്ന് കിടന്നോട്ടെ. ഇഷ്ടക്കൂടുതലുകൊണ്ടല്ലേ ഞാൻ പിണങ്ങിയത്. നിങ്ങൾക്ക് എന്തേലും പറ്റിയാൽ ഞാൻ എങ്ങനെ സഹിക്കും? മതി പിണങ്ങിയത്. ഇത് കൂടുതൽ എനിക്ക് വയ്യാട്ടെ. ഏയ് ഏയ്